അമ്മച്ചി ചിരിയടാ ചിരി. ഇവിടെ ഒരു ആസനം പൊള്ളിയിരിക്കുമ്പോ നിന്റെ അവസാനത്തെ ചിരി. എന്താണ് ബ്രോ നിന്റെ പ്രശ്നം? അടുത്ത മാസം വയസ്സ് 25 ആവും. ഇതുവരെക്ക് താടി മിഷ്യം വന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഡെയിലി ഷേവ് ചെയ്യ്. ഒരു രോമം പോലെ ഇല്ലാത്ത ഈ സ്ഥലത്ത് ഷേവ് ചെയ്തിട്ട് എന്തിന്? 2 ചുണ്ടും അറ്റുപോവാനാ. താടിയും മീശയൊന്നും ഇല്ലാത്തോണ്ട് നാട്ടിലും വീട്ടിലും കോളേജിലും ഒക്കെ എല്ലാരും അമ്മച്ചി അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അതാണ് സഹിക്കാൻ പറ്റാത്തത്. അമ്മച്ചിയാ? എന്നാലും അമ്മച്ചി എന്നുള്ള പേര് കാരണട്ടത് ഞാനാണല്ലേ, സോറി. അമ്മച്ചി. വീട്ടിന്റെ അടുത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പക്കൂട്ടനുണ്ട് 5 സെന്റിമീറ്റർ താടി. അവസ്ഥ ഇതിനൊക്കെയാണ് ശുക്ര ചുണ്ണാമണിയിൽ അടിക്കുക എന്ന് പറയുന്നത്. ബ്രോ നീ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ദൂരെ നോക്കുമ്പോ വലുതായിട്ട് കാണും, അടുത്ത് നോക്കുമ്പോഴാ തീരെ ചെറുതായിരിക്കും. അടുത്ത് നോക്കിട്ട് ഒരു പൂട പോലും കാണാനില്ലടാ മൂത്ത്. അതെന്തോന്നു ചുണ്ടിന്റെ അടിയിൽ ഷഡ്ഡി നനച്ചിട്ട് ഉണക്കായിട്ടിരിക്കുന്ന. നിനക്ക് താടി മീശ പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ. ഓ വെയിറ്റ്, ഓൺലൈനിൽ ബിയർഡ് ഓയിൽ ഓർഡർ ചെയ്യണായിരിക്കും. എന്തോന്നടാ ഇത്? ഫേസ് ആപ്പിൽ എഡിറ്റ് ചെയ്തത്. മൂക്കിൽ 2 പഞ്ഞി, നെഞ്ചത്തൊരു റോസാപ്പൂ വെച്ച് ആദരാഞ്ജലി പോസ്റ്റർ ആക്കാല്ലടാ. നിന്റെ മുഖത്ത് 2 രോമം വരാൻ ഇതേ ഉള്ള ഒരു വഴി. അത്രയ്ക്ക് ഗതി കെട്ടവനാണ് നീ. ഹോ, മുഖത്ത് 4 പൂടുള്ള എന്റെ അഹങ്കാരമായിരിക്കും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ബ്രോ. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല തന്തയ്ക്ക് ജനിക്കണം. അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്.